ഈ അഗ്രികൾച്ചർ പഠിച്ച് സിവിൽ സർവീസിലേക്ക് വന്നു. ഈ സിവിൽ സർവീസ് ഇല്ലായിരുന്നെങ്കിൽ അപ്പോൾ എന്ത് ചെയ്തേനെ സത്യത്തിൽ? എനിക്ക് തോന്നുന്നു ഞാൻ തീർച്ചയായിട്ടും എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അഗ്രികൾച്ചറിൽ തന്നെ. ഞാൻ ജനറ്റിക്സിലാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തത്. അപ്പോൾ ജനറ്റിക്സ് ആൻഡ് പ്ലാന്റ് ബ്രീഡിംഗ് ആയിരുന്നു എൻ്റെ സബ്ജക്റ്റ്. അപ്പോൾ അതിൽ എന്തായാലും PhD ചെയ്യുമായിരുന്നു. വെളിയിൽ നിന്നും US നിന്നും മറ്റോ PhD ചെയ്യാനായിരുന്നു സെക്കൻഡ് ഓപ്ഷൻ, സെക്കൻഡ് പ്ലാൻ. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഐ വുഡ് ഹാവ് സ്റ്റേഡ് ബാക്ക് ദെയർ, അവിടെ ഉണ്ടാവുക എന്ന് വിചാരിക്കുന്നു. നിലവിലെ സിവിൽ സർവീസിലേക്ക് വന്ന IAS വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു സർവീസിന്റെ ആ ഒരു ഗ്ലാമറൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ സർവീസിൽ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരാളാണോ? സർവീസ് നമ്മൾ സാധാരണ വെളിയിൽ നിന്ന് കാണുന്നതിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് സർവീസ്. അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് തോന്നുന്നു വലിയൊരു വാസ്റ്റ് ഏരിയയിൽ നമുക്ക് നമ്മുടെ ഒരു സിഗ്നേച്ചർ കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പത്തനംതിട്ടയിൽ അസിസ്റ്റൻറ്റ് കളക്ടറായിട്ട് കയറി. അത് കഴിഞ്ഞ് ഒറ്റപ്പാലത്ത് സബ് കളക്ടറായിട്ട് കയറി. സബ് കളക്ടറായിട്ട് ഇരിക്കുമ്പോൾ 3 വർഷത്തിലധികം ഞാൻ സബ് കളക്ടറായിട്ട്, യൂഷ്വലി 1.5 വർഷമാണ് ഉണ്ടാവുക. എനിക്ക് 3 വർഷത്തിലധികം സബ് കളക്ടർഷിപ്പ് കിട്ടി. അതിൻ്റെ കാരണം എനിക്ക് അട്ടപ്പാടിയുടെ നോഡൽ ഓഫീസറായിട്ട് ചാർജ് ഉണ്ടായിരുന്നു. അവിടുത്തെ കുറച്ച് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ ഒരു കേസ് ഉണ്ടായിരുന്നു. നേരത്തെ ഉണ്ടായിരുന്ന വേറെ ആരോ കൊടുത്തൊരു കേസാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഹിയറിങ്ങിന് വിളിച്ചപ്പോൾ ചീഫ് ജസ്റ്റിസിന് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ആ ഓർഡറിൽ എഴുതി വെച്ചതാണ് യു ഹാവ് ടു റീറ്റെയിൻ സബ് കളക്ടർ ഇൻ ദ സെയിം പോസ്റ്റ് ഫോർ 3 years എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് ഞാൻ 3 വർഷം അവിടെ ഇരിക്കുന്നത്.